ഒരു നാലാമത്തെ കാര്യം അഡീഷണൽ ആയിട്ട് പറയുന്നതാണ്. ആ മൂന്നെണ്ണം പറഞ്ഞല്ല, ഇല്ലെങ്കിലും പിന്നീട് അദ്ദേഹം പറയുന്നത് ലാസ്റ്റ് ഡെഡിക്കേഷൻ, ഒന്നിനു വേണ്ടിയുള്ള സമർപ്പണം. രാജനൈതിക രംഗത്തുള്ള വ്യത്യസ്ത പാർട്ടിയുടെ നേതാക്കന്മാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരാശയത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. അതൊരു സമർപ്പണമാണ്. തത്വശാസ്ത്രപരമായി അത് അഭിപ്രായ വ്യത്യാസമുള്ള വ്യത്യസ്ത, അതാണല്ലോ ജനാധിപത്യം. അത് വൈരുദ്ധ്യമല്ല, വൈവിധ്യമാണ്. ആ വൈവിധ്യത്തിൽ അഭിരമിക്കുമ്പോഴാണ് ജനാധിപത്യം വിജയിക്കുന്നത്. അതുകൊണ്ട് എതിരാളിയെ കടുത്ത ശത്രുവായി കണ്ടുകൊണ്ടുള്ള സമീപനത്തിന് പകരം പൊളിറ്റിക്കൽ ഒപ്പോണന്റ് ആണെന്ന് കണ്ടുള്ള സമീപനം വേണം. അപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മറച്ചു വെക്കുന്നില്ല, ഇന്നും ഞാൻ കരുതുന്നു ഏറ്റവും മികച്ച ഡെഡിക്കേഷനുള്ള പൊതുപ്രവർത്തകര് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുള്ള സാധാരണ പ്രവർത്തകരാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം ബാക്കി എൻ്റെ IAS-കാരൻ, ജഡ്ജി, നിങ്ങൾ ഏത് മേഖല നോക്കിയോളൂ, അവരുടെ സ്ഥാനത്തെത്താൻ അവരുടെ കഴിവുകൊണ്ടാണ്, IAS-കാരൻ്റെ ബ്രില്യൻസി കൊണ്ടാണ്. അതുപോലെ തന്നെ ജഡ്ജ് ഇവർക്കൊന്നും ഒരിക്കലും അവരെ മോശമാക്കി പറയല്ല. ബിസിനസ്സുകാര് അവരുടെ താല്പര്യങ്ങൾ നോക്കുന്നു. രാവിലെ 6 മണി സമയത്ത് വന്നിട്ട് തട്ടി ഉണർത്തിയിട്ട് എനിക്കൊരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ രാത്രി 2 മണിക്ക് വന്ന് കിടന്നവനാണ് എഴുതി എന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തകരെ അവരുടെ വിഷമത കേൾക്കാതെ മാറി നിൽക്കാൻ സാധിക്കും. ദേ ആർ അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. 5 കൊല്ലത്തിലൊരിക്കലും അക്കൗണ്ടബിൾ ആണ്. അവരെ ബോധ്യപ്പെടുത്തേണ്ടവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഡെഡിക്കേഷൻ ഏറ്റവും കൂടുതലുണ്ട്. വ്യവസായ രംഗത്ത് ആ ഡെഡിക്കേഷനിൽ ഏറ്റവും മികവ് കാണിച്ച ഒരാള് നമ്മുടെ കൂട്ടത്തിൽ ശ്രീ രവിപിള്ളയാണ് എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിശദമായി ഒട്ടേറെ കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ മാനബിന്ദുവാക്കി നമ്മുടെ എല്ലാ അഭിമാനമാക്കി മാറ്റിയതിൽ അദ്ദേഹത്തിന്റെ വിൽ പവർ, ദൃഢനിശ്ചയം, ആ വലിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം അതെല്ലാം കാട്ടുന്നുണ്ട്. ഞാൻ പറയുന്നു, ആർണോൾഡ് ടോയിൻബിയുടെ ഒരു വലിയ പഠനമുണ്ട്. അദ്ദേഹം ആ പഠനത്തിൽ പറയുന്നു, ലോകത്ത് മാറ്റമുണ്ടാക്കുന്നത് ആരെ? നമുക്ക് പറയാം ജനാധിപത്യ ആൾക്കൂട്ടമാണെന്ന് പറയാം. അദ്ദേഹം പറഞ്ഞ ആൾക്കൂട്ടം അല്ല. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിന്നിൽ 5 പേര്, റഷ്യൻ വിപ്ലവം, ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തോട് ഞാൻ ഇന്ന് കൂട്ടിച്ചേർക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അക്കാലത്തെ ഇന്ത്യക്കാരുടെ എണ്ണം നോക്കിയാൽ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ ഒരു 2% വരുമോ, അല്ലെ 3%-അപ്പുറം വരുമോ? പക്ഷെ അവരുണ്ടാക്കുന്ന മാറ്റങ്ങളാണ് ചാലകശക്തിയായി സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അതനുസരിച്ച് അവരെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിൽ ഓരോ മേഖലയിലും ശ്രമം ഉണ്ടാവണം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് കൂട്ടിച്ചേർത്ത് ഞാൻ ഈ പറഞ്ഞ 4 പോയിന്റുകളും കൂടെ കൂട്ടിച്ചേർത്താൽ രവിപിള്ളയോളം പുതിയ തലമുറയ്ക്ക് ബിസിനസ്